എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്നൊരു തക്കാളി ചോറുണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് കഴിയും. അതിന് ഞാനിവിടെ ഒരു 10 തക്കാളി മുറിച്ചിട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 10 തക്കാളി എന്ന് പറയുമ്പോൾ ഒരു 300 ഗ്രാം അങ്ങനെ വരും, 300-350 അങ്ങനെ ഉണ്ടാവും. അതെല്ലാം കൂടിയും ചെറുതാക്കി മുറിച്ചിട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് അരക്കാനാ. അപ്പോൾ അതിൻ്റെ കൂടി നമുക്കൊരു 8 കാശ്മീരി ചില്ലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് ആകുമ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ട് ബാക്കി ഉള്ളതും കൂടി ഒന്ന് താളിച്ചെടുക്കാം. നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. നല്ല കളറുണ്ടാവും. അതുകൊണ്ട് കാശ്മീരി ചില്ലി ഇടുന്ന എരിവ് കുറവായിരിക്കും, നല്ല കളറും ഉണ്ടാവും. അപ്പോൾ അതിന് ഇനി ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് വാട്ടിയെടുക്കാം. അതിന് കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കടലെണ്ണ, നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാമല്ലേ, കടലെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കടലെണ്ണ. അതിൽ 2 ചെറിയ വഴന ഇല എന്നിട്ട് അതിന് പറയുക, കറുപ്പേൻ്റെ ഇല. അത് ഒന്ന് പൊട്ടുമ്പോൾ അതിലൊരു പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 4 ഗ്രാമ്പും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും അതെല്ലാം കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ബാക്കിയുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. പൊട്ടട്ടെ. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. പെട്ടെന്ന് വാടി വന്ന ഉടനെ നമുക്ക് അതിൽ ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ വാട്ടാലേ നിങ്ങൾക്ക്. അതിൻ്റെ അതിലൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകുമ്പോഴത്തേക്ക് നമുക്കതിന് ബാക്കി അരച്ച തക്കാളീൻ്റെ പേസ്റ്റും കൂടി അതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി നല്ലോണം വറ്റി വരട്ടെ. വെള്ളം നല്ലോണം വറ്റണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോയാലാണേ തക്കാളി ഒഴിക്കാവൂ. അത് വളരെ ശ്രദ്ധിക്കണം. അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. നല്ലോണം ഇളക്കി ഈ തക്കാളിയിലുള്ള വെള്ളം വറ്റണം. വറ്റുന്നവരെ അടിപിടിക്കാണ്ട് നോക്കണം, ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലിടാലേ, അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും. അതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ പോരാത്ത ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്കിനി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനത് മുളക് മറ്റേത് ചേർത്തിനെങ്കിൽ തീരെ എരിവില്ല, അപ്പോൾ ലേശം എരിവ് വേണ്ടേ. ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, 1 കൈപ്പിടി പുതിനേൻ്റെ ഇലയും അതേപോലെ തന്നെ മല്ലിയിലയും രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി അതിൽ നല്ലോണം ചേർക്കും. അപ്പം അതിൻ്റെ മണമെല്ലാം ഈ തക്കാളി പേസ്റ്റിൻ്റെ അകത്ത് നല്ലോണം മിക്സ് ആവും. നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി 2 ഗ്ലാസ് അരിയാണേ. 2 ഗ്ലാസ് അരി, ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പൊന്നിയോ, ഇനി ഞാനിത് എടുത്തത് പൊന്നി അരിയാണ്. ഇനി അതല്ല ഞങ്ങളെടുത്ത് കയമയോ മറ്റേ ബാസ്മതിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതിന് വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവും. കയമക്ക് 1.5 ഗ്ലാസ് ആയിട്ടാണ് തോന്നുന്നു, 1.5 ഗ്ലാസ് ആയിട്ടേ വെള്ളം പോകണ്ടാവും. ഇതിന് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. കുക്കറിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റേ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസും കൂടി 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ അധികം വെച്ച് കൊടുക്കേണ്ടി വരും വെള്ളം. കുക്കറിലാകുമ്പോൾ ടൈറ്റായിട്ട് മൂടി ഇടുന്നതല്ല. അതെല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യും. നല്ലോണം വെള്ളം നല്ലോണം കറക്റ്റായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം അതും ചേർത്തിട്ട് ഒന്ന് ഉപ്പ് നോക്കണമെങ്കിൽ നോക്കിക്കോളി. ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിലും ഇട്ട് കൊടുക്കാം. എനിക്കിതെല്ലാം കറക്റ്റായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കുക്കറിന് മൂടിയിട്ട് കൊടുക്കുക. മൂടിയിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിടണേ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കറിൻ്റെ വിസിൽ വെക്കറ്. വിസിലിൻ്റെ ആവി വരുമ്പോൾ വിസിലിട്ട് കൊടുത്തിട്ട്
തിരി നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ്. അപ്പോഴത്തേക്ക് നല്ലോണം വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ഞാൻ അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കും. അത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല, അല്ല അതൊന്നും ചേർത്തിട്ടില്ല അല്ല, അതുകൊണ്ട് ഇത് നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ഞാനത് സ്വതവേ എപ്പോഴും ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. നേരത്തെ നമുക്കിതെല്ലാം കൂടി ഒന്ന് സെർവ് ചെയ്യാം. കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നിങ്ങൾക്കൊരു ചിക്കൻ പൊരിച്ചതോ എഗ് ഫ്രൈയോ എന്തുണ്ടെങ്കിലും ഉപയോഗിക്കും. ഞാനിപ്പോൾ ഓണിയൻ റൈത്തയും വടകവും കൂട്ടിയിട്ടാണ് തിന്നുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ പിന്നെ അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.